ഗവൺമെൻറ് ഇപ്പോൾ അവസാനമെടുത്ത തീരുമാനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബ്രൂവറി അനുവദിക്കുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണം കേരളത്തിന് ആവശ്യമായ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിൽ അന്ന് പ്രധാനമായിട്ടും മറ്റേ ഈ ബീർ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച സമയത്ത് വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അടിസ്ഥാനരഹിത എന്തെങ്കിലും ആരോപണത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയുന്നതാണ്. ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാതെ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത്. അത് പഴയ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ ശീലം വെച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് UDF ഇപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയുള്ളൂ. നിയമവിരുദ്ധമായ ഒരു നടപടിയും ഗവൺമെൻറ് ഇത്തരം പ്രശ്നങ്ങളിൽ സ്വീകരിക്കുന്നില്ല. ഈ പർട്ടിക്കുലർ കേസിൽ എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുനയം നിലനിൽക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ടതോ ചിന്തിക്കേണ്ടതോ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നില്ല. LDF ഇത് നേരത്തെ ഇതിൻ്റെ നയപരമായ തീരുമാനം എടുത്തിട്ടുള്ളൊരു വിഷയമാണത്. നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളിൽ നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ നിലപാട് എന്നുള്ള നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അത് എന്താണെന്നുള്ളത് നോക്കിയിട്ടല്ലേ പറയാനുള്ളൂ. വെറുതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബ്രൂവറി കൊണ്ടുപോരാനുള്ള ആലോചന നടന്നു. അന്ന് ആലോചന നടന്നത് ഗവൺമെൻറ്റിന് മുമ്പാകെ അപേക്ഷ വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് മുമ്പാകെ വന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് നിശ്ചയിച്ചത്. വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയോ വ്യക്തിയോ ഒന്നും ഗവൺമെൻറ്റിന് മുമ്പിൽ അന്നില്ല. പിന്നെ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് എന്തെങ്കിലും ഇതിന് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് അവിഹിതമായി പണം വാങ്ങുന്നുണ്ടെങ്കിലല്ലേ ഇതിന് അഴിമതി എന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ട് അന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്തിനാണ് എനിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചത്? ആ ഉന്നയിച്ച ആരോപണം ഏതെങ്കിലും ഒന്ന് തെളിയിക്കാനോ എന്തെങ്കിലും അടിസ്ഥാനപരമായിരുന്നോ? ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ വ്യവസായ മേഖലയിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു ആക്ഷേപമോ ആരോപണത്തിനോ ഒരു അവസരവും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രൂവറി പ്രശ്നത്തെ കേരളത്തിൽ അന്ന് ഈ കോവിഡ് അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ ശക്തമായി വന്ന സമയത്ത് നമ്മളെ വിവാദത്തിലേക്ക് കൊണ്ടുപോകണ്ട. അതുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല ഇത് റദ്ദ് ചെയ്യാൻ. അതെന്താണെന്നുള്ളത് പരിശോധിച്ചെങ്കിലും അങ്ങനെ വരാനല്ല. അത് മിക്കവാറും അത് ഗവൺമെൻറ് തലത്തിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത് വിശദീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇതിൻ്റെ വശം എന്നുള്ളത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളൂ. അന്ന് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് ഗവൺമെൻറ്റിൽ വന്ന അപേക്ഷ പരിശോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പരിശോധിച്ചുകൊണ്ടാണ് ഉള്ളത്. ഇപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മന്ത്രി തന്നെ അത് വിശദീകരിക്കും. ഒരഴിമതിയുടെയും പ്രശ്നമില്ല. ഒരഴിമതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യവുമില്ല. എല്ലാ കാര്യങ്ങളും കൂട്ടായി ആലോചിക്കുകയും ചർച്ച നടത്തി നയപരമായി തീരുമാനിച്ചിട്ടേ നടപ്പിലാക്കുന്നുള്ളൂ. വിവാദം നിങ്ങളെല്ലാം ഉണ്ടാക്കുന്ന വിവാദമല്ലേ? രമേശ് ചെന്നിത്തലയും VD സതീശനും വിവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്നത്? നേരത്തെ ഈ പ്രശ്നങ്ങളില്ലേന്ന്. അതെന്താന്നുള്ളത് അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ് വ്യക്തമാക്കട്ടെ. ഇവർ ഉന്നയിക്കുമ്പോഴേക്ക് അതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ കേരളം എന്തെല്ലാം വിഷയം ചർച്ച ചെയ്യണം? എങ്ങനെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും? എന്തെല്ലാം ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ആരോപണം ഈ 8.5 വർഷക്കാലത്തിനിടയിൽ അവർക്ക് ഉന്നയിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തുടർച്ചയായിട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ കൂട്ടത്തിലൊന്നും ഇതും കണക്കാക്കിയാൽ മതി. അതെനിക്കറിയില്ല.
നിങ്ങൾ ഇപ്പോഴെടുത്തിട്ടുള്ള പ്രശ്നമെന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്. നേരത്തെ ഇപ്പോഴെന്താണ് തീരുമാനമെടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ഭാഗത്ത് എന്താണ് വസ്തുത എന്നുള്ളത് അന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നുകൊണ്ട് ഞങ്ങൾ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന പ്രശ്നമുള്ള കാര്യം.